ഇന്ന് ഒരു പുതിയ വിഭവം തേടി ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂരിലെ കിഴുന്നപ്പാറ എന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു പാവം വീട്ടമ്മ ഇന്ദു ചേച്ചിയാണ്. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖം തന്നെ. ഇന്ന് നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു പ്ലം കേക്കാണ്. ഓക്കെ, ഈസി ആയിട്ട് പ്ലം കേക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതിന് തൊട്ട് മുൻപ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, എല്ലാവരെ പറ്റി. വീട്ടിൽ ഞാനും മോനും, പിന്നെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് വേറില്ലാന്ന് ഉദയകുമാർ. അങ്ങനെയൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടില് നമ്മള് എന്തോ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, പിസ്സ എല്ലാം ഓക്കെ എല്ലാം നമ്മൾ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നു. ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലം കേക്ക് ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയി പ്ലം കേക്ക്. ഓക്കെ, വളരെ ഈസി ആയിട്ട് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കാം എന്ന് ചേച്ചി നമുക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുവാണ്. അപ്പൊ ചേച്ചിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? എത്ര ക്വാണ്ടിറ്റി ഉള്ള, എങ്ങനെ എത്ര തൂക്കമുള്ള കേക്ക് ഉണ്ടാക്കാം? 1 kg കേക്കാണ്. അപ്പം എത്ര മൈദപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട്? 1.5 കപ്പ് മൈദമാവ്. 1.5 കപ്പ് മൈദമാവ്. ഓക്കെ. പഞ്ചസാര അധികം വേണ്ടവർക്ക് 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. അല്ലാത്തവർ 1.25 കപ്പ് പഞ്ചസാര. 1.5 കപ്പ് പഞ്ചസാര അധികം വേണ്ടവർ. ഓക്കെ. പിന്നെ 4 കോഴിമുട്ട. ഓക്കെ. ബട്ടർ 100 ഗ്രാം ബട്ടർ, കാഷ്യൂ, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി, 1/2 കപ്പ് പാല്. ഓക്കെ. ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്. ഓക്കെ. പിന്നെ വാനില എസൻസ്. ഓക്കെ. ഗരം മസാല ഉണ്ട്. അപ്പൊ കേക്കിൽ ഇതുവരെ കണ്ടുവരാത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഗരം മസാല, നോർമലി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വഴിയെ കാണാം എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ചേച്ചി എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? പ്ലം കേക്കിന് ആദ്യമായി കാരമലൈസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. അതിന് ഒരു പാൻ എടുക്കുന്നത്. ഞാൻ കട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. അടി കട്ടിയുള്ള പാത്രം എടുത്തു. ഗ്യാസ് കത്തിച്ചു. നമ്മൾ പാൻ കാരമലൈസ് ചെയ്യണം. ഓക്കെ. ഇതിൽ 1.5 കപ്പ് പഞ്ചസാര. മധുരം അധികം വേണ്ടവർക്ക് 1.5 കപ്പ് പഞ്ചസാര. അപ്പം നമ്മൾ പഞ്ചസാര ചൂടാക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് ഇളക്കി കൊടുക്കാൻ പാടില്ല. അത് തനിയെ കാരമലൈസ് ചെയ്തു വരും. ഫ്ലെയിം സിമ്മിലാക്കുക. വീണ്ടും മീഡിയം ആക്കുക. തനിയെ മെൽട്ടായി വരും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. വളരെ ഈസി ആയിട്ട് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും ഒരു രീതിയാണ് ചേച്ചി നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ചേച്ചി ഓർഡർ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ? അതെ, ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബർത്ത്ഡേ കേക്ക്സ്, ചോക്ലേറ്റ്സ്. ഈ പ്രദേശങ്ങളിൽ തന്നെ ഉള്ളവർക്കാണോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഈ പ്രദേശങ്ങളിലുള്ളവർക്കാണ് അധികം, പുറത്തേക്ക് ആയിരുന്നില്ല. പഞ്ചസാര ശരിക്കും മെൽറ്റ് ആയിട്ടുണ്ട്.
കാരമലൈസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ചേച്ചി, മെൽറ്റ് ആയിട്ടുണ്ടല്ലേ? മെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് സാൾട്ടഡ് ബട്ടർ ആണ്. ഇതിന് അതുകൊണ്ട് ഉപ്പ് ചേർക്കാം. ഓക്കെ, സോൾട്ടഡ് ബട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ചെയ്ത് വരണം. ബട്ടർ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ദെൻ ഇത് നന്നായി മെൽറ്റായ ശേഷം ഒപ്പം മിക്സ് ചെയ്തുകൊണ്ട് കൂടി ഇരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കും. ഓക്കെ, ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. കട്ട പിടിക്കാതെ ഇത് മേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ, കുറച്ച് മീഡിയം ആക്കുക, വീണ്ടും സിമ്മിലേക്ക് വെക്കുക. ലോ ഫ്ലെയിമിലും മീഡിയത്തിലുമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ചേച്ചി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? ഇനി ഇതിലേക്ക് പാല്, പാല്, റൂം ടെമ്പറേച്ചറായ പാല്. ഓക്കെ, റൂം ടെമ്പറേച്ചറിലുള്ള പാല്, അരക്കപ്പ് പാല് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ഒഴിച്ചോട്ടെ. ഇത് നന്നായി കൈവെക്കാതെ ഇളച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇളക്കിക്കൊണ്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ ഇളക്കി കൊടുക്കൽ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് എന്താ ചേച്ചി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ്, ആദ്യം ഏതാണ്? എല്ലാം ഒന്നിച്ചിട്ടാൽ മതി. ഓക്കെ, ഒരുമിച്ച് ചേർത്താൽ മതി. എല്ലാം ഒരുമിച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുവാണ്. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല എന്തിനാ നോർമലി സാധാരണ കേക്കിലെല്ലാം അത് ആഡ് ചെയ്യുന്നതാണോ? ഇത് ഓപ്ഷനാണ്, വേണ്ടിക്കലും ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യാം. പ്ലം കേക്കിന് എല്ലാവരും യൂസ് ചെയ്യുമോ ഗരം മസാല? ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഓക്കെ, ഒരു ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഓക്കെ, നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണ്. നന്നായി പതഞ്ഞു വരുന്നുണ്ട്. ഇനി തീ ഓഫ്. നന്നായി പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി തീ ഓഫ് ചെയ്യാണ്. ഓക്കെ, ഇനി 1.5 മണിക്കൂർ ഇതൊന്ന് തണിയാൻ മാറ്റി വെക്കണം. അപ്പോൾ 1.5 മണിക്കൂർ ഇതൊന്ന് നമ്മൾ തണുക്കാൻ വെക്കുവാണേ. അതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യം. നമുക്കപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് അല്ലേ ചേച്ചി? ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇതാ ഈ ഇരിക്കുന്ന മൈദപ്പൊടി നമ്മൾ ആദ്യം കാണിച്ചാണല്ലോ. ഈ മൈദപ്പൊടി, മാവും, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ,
ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത മൈദമാവാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ മുട്ട എന്തിനാ ചേച്ചി? കാരമലൈസ് തണിഞ്ഞതിന് ശേഷം 4 കോഴിമുട്ട, അതിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 മുട്ട, നമ്മൾ ഈ 4 മുട്ടയായി എഗ്ഗ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വാനില എസൻസ് ഇവിടെ ഉണ്ട്. അത് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് വാനില എസൻസ് ചേർക്കണം. ദെൻ നമ്മൾ ഈ കാരമലൈസ് ചെയ്തതിലേക്ക് ചേർക്കണം. അതിനുശേഷമാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം കുറച്ച് സമയം എടുക്കുമല്ലേ? കുറച്ച് സമയം, 1.5 മണിക്കൂർ. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്ത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന നമ്മുടെ കേക്ക്. അതിനുശേഷമാണ് നമ്മൾ കാത്തിരുന്ന നമ്മുടെ സ്വാദിഷ്ടമായ വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്ക് നമ്മുടെ കൺമുന്നിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2.5 മണിക്കൂറിൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇന്ന് കാത്തിരുന്ന ആ സ്പെഷ്യൽ വിഭവം മോൾഡോട് കൂടി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ചേച്ചി, ഞാൻ പ്രേക്ഷകരൊന്ന് കാണിക്കട്ടെ, ചേച്ചിയുടെ അനുഭവത്തോടു കൂടി. ഇതാ കണ്ടോ, അടിപൊളി ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നില്ലേ? യെസ്. അപ്പോൾ ഇതെനിക്ക് ഒരു സ്പൂണും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല ചേച്ചി, കാരണം ഇത് ഒരു വലിയ പീസായിട്ട് തന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഞാൻ പിന്നീട് അത് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ചേച്ചി, ഈ ഒരു കേക്ക് വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്ക് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.